കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ നാം 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നടമാടിക്കൊണ്ടിരുന്നതായ ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കിഴവിക്കഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ ഈ അർത്ഥശൂന്യമായ മനുഷ്യന്റെ ഭാവനയിൽ ഉടലെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള കഥകളും പുരാണങ്ങളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുരാണങ്ങളും കഥകളും എന്തെങ്കിലും സാഹിത്യ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അതിലൂടെ വിവരിക്കുന്നതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കഥകളൊന്നും സഭയിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. സഭയിൽ യഥാർത്ഥത്തിൽ ദൈവജനത്തിന് യോഗ്യമായ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വാക്യത്തിലെ വാക്കുകൾ ഉപയോഗിച്ചാൽ ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക. പ്രിയമുള്ളവരെ, അനേക ദൈവവചന സന്ദേശങ്ങളും നാം കേട്ടാൽ ഈ സന്ദേശങ്ങൾക്ക് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കേൾക്കുന്നവർക്ക് ഒരു പ്രിയമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേൾവിക്കാരെ കിട്ടുന്നതിന് വേണ്ടി ദൈവവചനത്തിൽ നിന്നല്ലാത്തതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് അങ്ങനെ പോകുന്നത് നമുക്ക് അനേകരുടെ പ്രസംഗങ്ങളിലും കേൾക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേൾവിക്കാരെ കിട്ടണം. അപ്പോൾ കേൾവിക്കാർക്ക് കേട്ടിരിക്കണമെങ്കിൽ അതിലൊരു രസം വരണം. അപ്പൊ കേൾവിക്കാർക്ക് രസം വന്നാൽ മാത്രമേ കേൾവിക്കാര് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആളുകളെ രസിപ്പിക്കുക, ആളുകളെ പിടിച്ചിരുത്തുക, ധാരാളം കേൾവിക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഇന്ന് അനേക പ്രസംഗങ്ങളുടെയും ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മനോഭാവം തന്നെ വചനവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. അത് ആരാണ് അങ്ങനെയുള്ള ഉപദേഷ്ടകന്മാരെ പെരുപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളാണ്. എവിടെയെങ്കിലും ആരെങ്കിലും വളരെ സരസമായോ അതല്ല എങ്കിൽ വിമർശനാത്മകമായോ ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ആളുകൾക്ക് കേട്ടിരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭാഷാ പ്രയോഗങ്ങളിലൂടെയൊക്കെ ആളുകളെ പിടിച്ചിരുത്തുന്നതായ രീതികൾ, അങ്ങനെ മനുഷ്യരെ ആകർഷിക്കുന്നതായിട്ടുള്ള പല പ്രസംഗ രീതികളും ഉണ്ടല്ലോ. രാഷ്ട്രീയക്കാരും മറ്റ് പല മത നേതാക്കന്മാരും ഉപയോഗിക്കുന്നതായിട്ടുള്ള രീതികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രസംഗ രീതികൾ അവലംബിക്കുന്നവരെ ആളുകൾ പ്രസംഗിക്കുവാനായിട്ട് വിളിക്കും. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ പ്രസംഗ വേദികളിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്നിട്ടുള്ളവരെ അതൊക്കെ ദൈവവചനത്തോട് നിരക്കുന്നതായ ഒരു കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ദൈവവചനത്തെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നിലയിൽ അത് മനുഷ്യന്റെ ഹൃദയത്തെ പരിവർത്തനം ചെയ്യുവാൻ, മനുഷ്യന്റെ ഹൃദയത്തെ കീറി മുറിക്കുവാൻ കഴിയുന്ന നിലയിലാണ് ദൈവവചനം മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് പോകേണ്ടത്. ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് അട്ടഹസിച്ച് ഒക്കെയാണ് എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു ദൈവവചന പ്രസംഗത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അത് എന്തെങ്കിലും കോമാളി പരിപാടികൾ കേട്ട് ചിരിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് ഫലമുള്ളത്. ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ ഞാൻ അംഗമായിരുന്ന ഒരു സഭയിൽ ഒരിക്കല് ഒരു പ്രാസംഗികനെ പുറമേ നിന്ന് വിളിച്ചു. ആ പ്രാസംഗികൻ അവിടെ വന്ന് ഏകദേശം 1 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ആളുകൾ, സഭാംഗങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ഭയങ്കര ചിരി. അപ്പൊ ഞാൻ അന്ന് ഈ ക്ലാസ് എടുക്കുന്നതിന്റെ നോട്ടൊക്കെ എഴുതുന്നതായ ഒരു രീതി എനിക്കുണ്ട്.
അപ്പോൾ ഞാൻ നോട്ട് എഴുതാനായിട്ട് ഒരു ബുക്കും പേനയും ഒക്കെ എടുത്തു വെച്ചു. അതിനുശേഷം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നിന്ന് ഒരു അല്പം പോലും ഒരു ചിന്തകൾ നോട്ട് എഴുതാനായിട്ട് എനിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ക്ലാസ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഇന്നത്തെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ആ ഒരു ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ ഒരല്പം പോലും പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് ആളുകളെ നല്ലതുപോലെ രസിപ്പിച്ചു എന്നുള്ളതാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയും വരണമെന്നൊക്കെ അദ്ദേഹത്തോട് പലരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ നോക്കിയാൽ അപ്പസ്തോലന്മാരോ പഴയ നിയമത്തിൽ പ്രവാചകന്മാരോ അങ്ങനെ മനുഷ്യനെ രസിപ്പിക്കാനും സൂചിപ്പിക്കാനും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള യാതൊരു പ്രസംഗങ്ങളും ഒരു കാലത്തും നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷമുള്ള ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ ഒരു വിഷയം ഞാൻ എടുക്കുകയും അതേ സഭയിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും മറ്റൊരാഴ്ച വേറൊരു മനുഷ്യൻ, വേറൊരു പ്രാസംഗികൻ ആ സഭയിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ വളരെ തമാശയൊക്കെ പറഞ്ഞ ആളുകളെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ഗൗരവത്തെയും ഒക്കെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചത് കൊണ്ട് പുള്ളി തമാശ പറഞ്ഞിട്ടൊന്നും വിശ്വാസികൾ ആരും ചിരിച്ചില്ല. അപ്പോ അദ്ദേഹം വളരെ അതിശയത്തോടെ നോക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയേ, എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ആ പ്രാസംഗികരിൽ നിന്നും പിന്നീട് ഉണ്ടായത്. അപ്പോൾ പ്രാസംഗികർക്ക് പ്രസംഗം വരണമെങ്കിൽ ആളുകൾ ചിരിക്കുകയും ബഹളം വയ്ക്കുകയും അർത്ഥട്ടഹസിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതായിട്ടൊരു അവസ്ഥയും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശരി പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കഥകളും കവിതകളും പുരാണങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയല്ല ദൈവവചന പ്രസംഗം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഒഴിക്കണം, അതിനെ ഒഴിവാക്കണം, അത് പാടില്ല എന്നാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പോൾ ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കർണരസമാകുമാറുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക എന്നുള്ളൊരു വാക്ക് നാം അവിടെ വായിക്കുന്നുണ്ട്. അഭ്യാസം എന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സസൈസ് എന്നുള്ളതാണ്. കളരി അഭ്യാസം പോലെയുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഒരു എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്, ഭൗതിക നിലയിലുള്ള ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ ആത്മീയമായിട്ടുള്ള ഒരു എക്സസൈസും ഉണ്ട്. 8-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത് അത്രേ. അപ്പോൾ ശരീരാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള ഒരു എക്സസൈസും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു എക്സസൈസും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരത്തിന്റെ എക്സസൈസ് അത് അല്പ പ്രയോജനമുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് അല്പ പ്രയോജനമുള്ളത് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ എക്സസൈസ് ഒക്കെ ഇന്ന് ആളുകൾക്ക് വളരെ കുറവാണ്. അത് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടതിന് വളരെ ആവശ്യവുമാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള ഒരു എക്സസൈസും ശരീരത്തിന്റെ എക്സസൈസും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ ശരീരത്തിന്റെ എക്സസൈസ് എന്ന് പറയുന്നത് അല്പ പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ദൈവഭക്തിയോ അല്ലെങ്കിൽ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള എക്സസൈസോ ഇപ്പോഴത്തെ ജീവന്റെയും വരാനിരിക്കുന്നതിന്റെയും വാക്തത്വമുള്ളത് ആകയാൽ സകലത്തിനും പ്രയോജനകരമാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ എക്സസൈസിന് അല്പ പ്രയോജനമുള്ളത്, ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള എക്സസൈസിന് വലിയ പ്രയോജനമുള്ളത് എന്ന് ചോദിച്ചാൽ, ശരീരത്തിന്റെ എക്സസൈസ് കൊണ്ട് ഇപ്പോഴത്തെ ജീവന്റെ കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ ജീവന്റെ മാത്രമല്ല വരാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിത്യതയിലേക്ക് പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ശാശ്വതമായിട്ടുള്ള ഗുണമുള്ളൂ. ഈ ലോകത്തിൽ ഇപ്പം നമ്മുടെ ശരീരത്തിന്റെ അഭ്യാസം മാത്രമല്ല, എക്സസൈസ് മാത്രമല്ല,
ഈ ലോകത്തിൽ നാം ചെയ്യുന്നതായിട്ടുള്ള ഏത് ക്രിയയും അതിനൊക്കെയും ഈ ജീവിതത്തിന്റെ, ഈ ലോക ജീവിതത്തിന്റെ നിലയിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. എന്നാൽ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള അഭ്യാസം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് അത് ഇപ്പോഴത്തെ ജീവന് മാത്രമല്ല, വരുവാനിരിക്കുന്ന ജീവന്റെയും വാക്തത്വം ഉള്ളതുകൊണ്ട് അത് ഏറെ പ്രയോജനകരമാകുന്നു എന്നാണ്. നമുക്കറിയാം, എക്സസൈസ് നാം കുറച്ചു കാലം ചെയ്തിട്ട് പിന്നെ അത് ചെയ്യാതിരുന്നാൽ നാം ചെയ്ത എക്സസൈസിന്റെ പ്രയോജനമൊക്കെ പിന്നെ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ ശരീരം വീണ്ടും ആരോഗ്യമില്ലാത്തതായിട്ട് ക്ഷയിച്ചും ക്ഷീണിച്ചും ഒക്കെ പോകും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അതിന് അല്പ പ്രയോജനമുള്ളത് അത്രേ. അതൊക്കെ നാം തുടർന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം നാം ചെയ്യുമ്പോഴാണ് അതിന് ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ജീവന്റെ എങ്കിലും ഒരു പ്രയോജനം ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ള അഭ്യാസം എന്ന് പറഞ്ഞാൽ അതെന്താണ്? എങ്ങനെയാണ് ദൈവഭക്തിക്ക് ഒത്തവണ്ണം നമ്മൾ എക്സസൈസ് ചെയ്യുക? അത് യഥാർത്ഥത്തിൽ അതിനെ ഒരു വാചകത്തിൽ പറഞ്ഞാൽ ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭയത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവത്തോടുള്ള സ്നേഹം, ഭയം, ബഹുമാനം, ഇത് മൂന്നും കൂടെ കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുക. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ, ശരിയായിട്ടുള്ള ഉപദേശം, ദൈവവചനത്തിലെ ഏറ്റവും സത്യവും കൃത്യവുമായിട്ടുള്ള ഉപദേശം അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവസന്നിധിയിലുള്ള നമ്മളുടെ പ്രാർത്ഥന അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവാത്മാവിൽ നിന്നും ദൈവവചനത്തിലൂടെ ഉള്ളതായ സന്ദേശങ്ങൾ അതിന്റെ വായനയിലൂടെയും അതുപോലെ തന്നെ സഭയിലൂടെയും ഒക്കെ കിട്ടുക, അതൊക്കെ നാം സ്വീകരിക്കുക എന്ന് പറയുന്നതിന് അതിന് ആവശ്യമാണ്. അത് മാത്രവുമല്ല, ഇതൊക്കെ ചെയ്യുകയും അതിനോടൊക്കെയുള്ള ഒരു അനുസരണവും അതിനനുസരിച്ചുള്ള ഒരു ക്രമപ്പെടുത്തിയ ജീവിതവും നമ്മളിൽ ഉണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിക്ക് ഒത്തവണ്ണം നാം ഒരു അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ശരീരത്തിന്റെ എക്സസൈസ് എന്ന് പറയുന്നത് കുറച്ചു കാലം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നാൽ ആ ചെയ്തതിന്റെ ഫലമൊന്നും അങ്ങനെ നീണ്ടു നിൽക്കുകയില്ല. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ളതായിട്ടുള്ള ഈ അഭ്യാസവും യഥാർത്ഥത്തിൽ അതിന് ജീവിതത്തിൽ നല്ല ഒരു അച്ചടക്കവും അതുപോലെ തന്നെ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ്. അത് കുറച്ച് ദിവസം ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു മന്ദതയിലേക്ക് പോയി അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഉത്സാഹമൊക്കെ വന്നു, പിന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഒക്കെ ചെയ്തു, അതിനുശേഷം വീണ്ടും ഒരു മന്ദതയിലേക്ക് പോയി. അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. അതിന് നല്ല ഒരു അച്ചടക്കവും അതുപോലെ തന്നെ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ്. ഒരു അഭ്യസനം അല്ലെങ്കിൽ അഭ്യാസം എന്ന് പറയുന്നത്, എക്സസൈസ് എന്ന് പറയുന്നത്, അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് നമ്മളുടെ ഒരു തീരുമാനം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എക്സസൈസ് തനിയെ വരില്ല. അപ്പോൾ ദൈവവചനത്തിനും ആത്മീക പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഉത്സാഹവും അതുപോലെ തന്നെ അതിലൊരു സ്ഥിരതയും അതൊരു ആജീവനാന്ത പ്രക്രിയയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആജീവനാന്തം ഈ നിലയിൽ, അതായത് ജീവിതത്തിൽ ഉടനീളം ഈ നിലയിൽ നാം ദൈവത്തോടുള്ള സ്നേഹത്തിലും ഭയത്തിലും അതുപോലെ തന്നെ ബഹുമാനത്തിലുമുള്ള ജീവിത ക്രമീകരണം നടത്തുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരു അഭ്യസനം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ അതിന് ഒരു അച്ചടക്കം ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് നമുക്കൊരു വാക്യം അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടത് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്.
അപ്പോൾ വളരെ മനഃപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ അഭ്യാസത്തിൽ അല്ലെങ്കിൽ എക്സസൈസിലുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾക്ക് ഞാൻ വിധേയപ്പെടുത്തുന്നില്ല. ആത്മാവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എന്നെ വിധേയപ്പെടുത്തുകയുള്ളൂ. ഇത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം എന്ന് പറയുന്നത് പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം, അല്ലെങ്കിൽ വചനം കേട്ടതിന് ശേഷം, അതല്ലെങ്കിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷം, ഞാനൊരു ദൈവപൈതലനായതിനു ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ കൊള്ളരുതാത്തവനായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ നിന്ന് കൊള്ളരുതാത്തവരായി പോകാതിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരം നമ്മെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാനായിട്ട് പാടില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു എന്ന് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ശരീരം നമ്മളുടെ അടുത്ത് ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ആവശ്യപ്പെടും. എന്നാൽ അതിന് വിധേയപ്പെടണോ വേണ്ടോ എന്നുള്ളത് നാം അതിന് ഏതിനോടാണ് സഹകരിക്കുന്നത്? നാം ആത്മാഭിലാഷത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അതോ ജഡാഭിലാഷത്തോട് ചേർന്ന് നിൽക്കുന്നുവോ എന്നുള്ളതാണ്. നാം ജഡാഭിലാഷത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അത് നാം കൊള്ളരുതാത്തവരായി പോകുന്നതിന് ഇടയാകും. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും, അല്ലെ? കൊള്ളരുതാത്തവരായി പോകും, മരിക്കും നിശ്ചയം എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ ഇഷ്ടത്തിന് നാം നിലനിൽക്കുമ്പോൾ അത് നമുക്ക് ഒരു ഉത്തേജനമായും നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും അത് കാരണമാകുകയും ചെയ്യും. എബ്രായർക്ക് എഴുതിയ ലേഖനവും, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇവിടെയും അതിനാൽ അഭ്യാസം വന്നവർക്ക്, നമുക്കറിയാം ശിക്ഷ ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. എന്നാൽ തെറ്റിന് ശിക്ഷയുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ്. ദൈവമക്കളായതുകൊണ്ട് ദൈവമക്കളുടെ തെറ്റുകളൊന്നും വിശുദ്ധമായി സ്വർഗത്തിൽ ആരും കണക്കാക്കുന്നില്ല. ത്രിയേക ദൈവമോ ദൂതന്മാരോ ഒന്നും വിശുദ്ധന്മാരുടെ തെറ്റുകൾ വിശുദ്ധമായി കാണുന്നില്ല. ആ തെറ്റുകൾക്കൊക്കെയും മാനസാന്തരപ്പെടുമ്പോൾ ക്ഷമ ലഭിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ ഈ തെറ്റിപ്പോകുന്ന ആളുകളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവരെ ആ സത്യമായ വഴിയിൽ നടത്തുന്നതിനുള്ള ഒരു ദൈവിക പരിപാടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടിയോ ഇല്ലയോ, ശിക്ഷയാണോ എന്നുള്ളതൊക്കെ നാം തന്നെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. മറ്റാരുടെയും ജീവിതത്തിൽ അവർ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അത് ദൈവിക ശിക്ഷയാണ് എന്ന് നാം ചിന്തിക്കുക പോലും അരുത് എന്നുള്ളതും അതിനോടൊത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനാൽ അഭ്യാസം വന്നവർക്ക്, ഏതിനാൽ ശിക്ഷ അങ്ങനെ കിട്ടുന്നുവെങ്കിൽ ആ ശിക്ഷകൾ അങ്ങനെ പലതും കിട്ടി, അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ ശിക്ഷ കിട്ടുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ തന്നെ മോശമല്ല. അത് നീതി എന്ന സമാധാന ഫലത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നുള്ളതാണ്. തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ ലേഖനം എഴുതുമ്പോഴും, ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയല്ല നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു ചട്ടം ആവശ്യമാണ്. മല്ല് കിട്ടി, പക്ഷെ ചട്ടപ്രകാരം അല്ലെങ്കിൽ, നമുക്കറിയാം സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ ഓരോ മത്സരത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചിട്ടല്ല അതിൽ പങ്കെടുക്കുന്നത് എങ്കിൽ, ഇനിയിപ്പോ ഒരു ഓട്ടം നാം ഓടി, നമ്മൾ ട്രാക്ക് തെറ്റി ഓടിച്ചാൽ നമ്മളാണ് മുമ്പിൽ എത്തുന്നതെങ്കിലും നമ്മളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയില്ല. അതിനൊരു ചട്ടമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് ഒരു ചട്ടമുണ്ട്. ദൈവഭക്തിക്ക് ഒത്തവണ്ണമാണ് നമ്മൾ അഭ്യാസം ചെയ്യേണ്ടത്. അങ്ങനെ ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിന് എഴുതിയ 2-ാം ലേഖനത്തിലും അവിടെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അവിടെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല, നമ്മളുടെ ഭാഗത്ത് നിന്നും ഒരു നാം നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു ഉത്സാഹം ഉത്സാഹത്തോടെ നാം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ആത്മാവിൽ എരിവുള്ളവരായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആത്മാവിൽ എരിവുള്ളവരായി. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം, ആത്മീയമായ മേഖലകളിൽ അതിനുള്ള ഉത്സാഹം, സകല ഉത്സാഹവും കഴിച്ച്, അപ്പോൾ ഉത്സാഹം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂട്ടിക്കൊള്ളുവിൻ, സ്നേഹവും സൗഹൃദപ്രതിയുടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പോൾ നമ്മുടെ ഭാഗത്ത് അതിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ളതായ അഭ്യാസം കേവലം ശരീരാഭ്യാസം പോലെ അല്പപ്രയോജനമുള്ളതല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പ്രയോജനമുള്ള കാര്യമല്ല, മറിച്ച് അതിന് നിത്യമായിട്ടുള്ള പ്രയോജനമുണ്ട് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ഇത് വിശ്വാസ്യവും ദൈവഭക്തിക്ക് ഒത്തവണ്ണം അഭ്യാസം ചെയ്യുന്നത് ഇപ്പോഴത്തെ ജീവനും വരാനിരിക്കുന്ന ജീവന്റെയും വാക്തത്വമുള്ളതായതുകൊണ്ട് പ്രയോജനകരമാകുന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനെക്കുറിച്ച് ഒരു സംശയവും ആർക്കും വേണ്ട. ദൈവവചനത്തിലെ കൃത്യമായിട്ടുള്ള ഉപദേശമാണ്. അതുകൊണ്ട് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായിട്ടുള്ള വചനമാണ്. അതുകൊണ്ട് എന്താണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഇത് അംഗീകരിക്കണം, എല്ലാവരും ഇത് വിശ്വസിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള എക്സസൈസിനൊക്കെ കേവലം ഈ ലോകത്തിലുള്ളതായ പ്രയോജനങ്ങൾ മാത്രമേ ഉള്ളൂ, താൽക്കാലികമായിട്ടുള്ള പ്രയോജനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഭക്തിക്ക് ഒത്തവണ്ണമുള്ളതായ ആ അഭ്യാസം അത് എല്ലാ കാലത്തേക്കും നിത്യതയിലേക്കും ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള മറ്റൊരു വിഷയം, ഈ ലോകത്തിൽ മാത്രം പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ ജീവിതം തികച്ചും അർത്ഥശൂന്യമാണ്, ഒരു പ്രയോജനവുമില്ലാത്ത ജീവിതമാണ്. എന്നാൽ നിത്യതയിലേക്കുള്ള ജീവിതത്തിന് വേണ്ടി നാം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേവലം ബൈബിൾ വായനയും പ്രാർത്ഥനയും അതുപോലെ തന്നെ ചില ആചാരാനുഷ്ഠാനങ്ങളുമാണെങ്കിൽ അതും പ്രിയമുള്ളവരെ ഒരു പ്രയോജനവും വരുത്തുന്നതല്ല. നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ വാക്കുകളിലും, നമ്മളുടെ മനോഭാവങ്ങളിലും, കാഴ്ചപ്പാടുകളിലും, നമ്മളുടെ പ്രവൃത്തികളിലും കൂടെ വെളിപ്പെടേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമല്ല നമ്മളിൽ ഉള്ളതെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതായിട്ടുള്ള വിശ്വാസമല്ല നമ്മളിൽ ഉള്ളതെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങളെ മാറ്റിമറിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമല്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, അതൊന്നും ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് പ്രയോജനമുള്ളതായ കാര്യമല്ല എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. 10-ാമത്തെ വാക്യം, അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശവെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. അപ്പോൾ ഈ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള അഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നമുക്ക് സാധിക്കുന്നത് എന്നാണ് ഇവിടെ നാം കാണുന്നത്. ജീവനുള്ള ദൈവത്തിൽ ആശ വയ്ക്കണം, മറ്റൊന്നിലും അല്ല നമ്മുടെ ആശ. ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. നമുക്കറിയാം, എക്സസൈസിന് നല്ല അധ്വാനമുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നാം നല്ലതുപോലെ അധ്വാനത്തോടു കൂടി എക്സസൈസ് ചെയ്താൽ മാത്രമേ അതിന് ഒരു ഫലമുണ്ടാകുകയുള്ളൂ. പൊതുവെ ഇങ്ങനെ ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞു, വീടിനകത്ത് സ്ത്രീകൾ ചെയ്യുന്നതായിട്ടുള്ള സാധാരണ ജോലികളൊന്നും ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ ഒരു വിലയുമില്ലാത്തതാണ് എന്ന്. കാരണം എന്താ? അവിടെ കാര്യമായിട്ട് വേർപ്പില്ല, അവിടെ അങ്ങനെ ഓടേണ്ടതോ അല്ല. നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾക്ക് ഒരു
ആഘാതം വരുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല ഒരു വീടിനകത്തുള്ള പൊതുവെയുള്ള പ്രവർത്തനങ്ങളൊന്നും. അടുക്കളപ്പണിയൊന്നും അങ്ങനെ വരുന്നതല്ല. അതിന് നമ്മൾ വളരെ വീടിനകത്തും നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ എക്സസൈസിന് വേണ്ടിയുള്ള നടപ്പ് എന്ന് പറയുന്നത് വളരെ സ്പീഡിലുള്ള നടപ്പാണ്. കൈയൊക്കെ വീശി നല്ല സ്പീഡിൽ നടക്കുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ള അഭ്യാസം എന്ന് പറയുന്നത്, അപ്പോൾ ദൈവത്തിൽ നമ്മുടെ പൂർണ്ണ ആശ വെച്ചുകൊണ്ട് ഒരു അധ്വാനവും ഒരു പോരാട്ടവും ഈ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ചില വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അധ്വാനവും പോരാട്ടവും ഉണ്ട്. അതുപോലെ തന്നെ ഏത് ശിക്ഷ എന്ന് പറയുന്നത്, ഏത് ശിക്ഷയും അനുഭവിക്കുമ്പോൾ അതിനകത്ത് ക്ലേശങ്ങളുണ്ട്. മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരാകിയിൽ അവിടെ ഒരു മല്ലുകെട്ടലുണ്ട്. നിങ്ങൾ സകലവും ഉത്സാഹവും കഴിച്ച് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു അധ്വാനമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീക ജീവിതത്തിൽ ഒരു പോരാട്ടവും ഒരു അധ്വാനവുമുണ്ട്. അങ്ങനെ അങ്ങനെ ബൈബിളും വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നാൽ ആത്മീയമായിട്ട് നമ്മൾ ഏറെ അങ്ങ് വളർന്ന് നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയരായിത്തീരും എന്നൊന്നും നമുക്ക് വിചാരിക്കുവാനായിട്ട് ന്യായമില്ല. ദൈവം തൻ്റെ മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്ന, തൻ്റെ ആത്മാവിനെ ഹൃദയത്തിലേക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും ദൈവം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അത് ദൈവസഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. അത് നിറവേറ്റുന്നതിലാണ് യഥാർത്ഥത്തിൽ ഈ ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ള അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലനിൽക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടം, പോരാട്ടം, യുദ്ധം, അധ്വാനം, ഇങ്ങനെയുള്ള ചില വാക്കുകളാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടം, പോരാട്ടം, അധ്വാനം, അതുപോലെ തന്നെ യുദ്ധം എന്നുള്ളതായിട്ടുള്ള പദങ്ങളിലൂടെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തെ ദൈവവചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മളുടെ ജീവിതം, നമ്മളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു ഓട്ടവുമില്ല, പോരാട്ടവുമില്ല, യുദ്ധവുമില്ല, ഒന്നുമില്ല, വളരെ സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിലൂടെ ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ളവരെ, അത് ഒരിക്കലും നടപ്പാകുകയില്ല. അങ്ങനെ ഒരു പരിപാടി ദൈവവചനത്തിലില്ല. ഏറെ അധ്വാനവും ക്ലേശങ്ങളും ഒക്കെ ഉള്ള ജീവിതം തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ളതായ അഭ്യാസം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ പൂർണ്ണ ആശയും ദൈവത്തിൽ വെക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ പ്രാഥമിക നടപടിയാണ്. നമ്മൾ ആശ വയ്ക്കുന്നത് ഈ ലോകത്തിലുള്ള ആരിലെങ്കിലുമോ ഈ ലോകത്തിലുള്ള എന്തിലെങ്കിലുമോ ആണ് എങ്കിൽ നമുക്കൊരിക്കലും ഈ ആത്മീക ജീവിത പോരാട്ടത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയില്ല. പലപ്പോഴും നമ്മളുടെ ആശകളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ഈ ലോകത്തോട് ബന്ധപ്പെടുത്തിയാണോ, അതോ നിത്യതയോട് ബന്ധപ്പെടുത്തിയാണോ, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെടുത്തിയാണോ? ദൈവത്തിൽ പൂർണ്ണ ആശ വയ്ക്കാത്ത ആർക്കും ഈ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല, പോരാടുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. 2 വാക്കുകളാണ്. നീ ഇത് ആജ്ഞാപിക്കണം, കൽപ്പിക്കണം, ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ എന്ന് ഒരു അധികാര സ്വരത്തിൽ പറയുന്നതിനാണ് ആജ്ഞാപിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ ആജ്ഞാപിക്കുക എന്നുള്ളതിനേക്കാൾ ഒരല്പം ഡിഗ്രി താഴെ, ഒരു കുറച്ചുകൂടെ മയമായിട്ട് പറയുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്? നീ വളരെ കടുപ്പത്തോടെയും പറയണം, കടുപ്പം കുറച്ചും പറയണം. അങ്ങനെ പറയണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സഭയിൽ ഉപദേശിച്ചാൽ കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ കാണും, ചിലരെ ഉപദേശിച്ചാലൊന്നും കേൾക്കുകയില്ല, അവരോട് ഇച്ചിരി കൽപ്പിച്ചാലേ അവർക്ക് കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടായിരിക്കാം, അതെന്റെ ഒരു ഭാവനയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് നീ ഉപദേശിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ചിലരൊക്കെ ഉപദേശിച്ചാൽ അവരത് മനസ്സിലാക്കും, എന്നാൽ ചിലരൊക്കെ ഉപദേശിച്ചാലും മനസ്സിലാക്കുകയില്ല, അവരോട് കൽപ്പിക്കുക തന്നെ വേണം. അധികാര സ്വരത്തോടു കൂടി അല്ലെങ്കിൽ അധികാരത്തോടു കൂടി
പറയേണ്ടത് ആവശ്യമാണ്. ഉപദേശിച്ചാൽ കേൾക്കാത്തവരുടെ അടുത്ത് ഒരല്പം അധികാരം ഉപയോഗിക്കണം എന്നുള്ളതായ ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വളരെ സുഖമായി, നമുക്കറിയാമല്ലോ, ഈ പുഴയൊക്കെ അങ്ങനെ ശാന്തമായി ഒഴുകുന്ന പുഴകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ പുഴ ഒഴുകുന്നത് വളരെ ശാന്തമായിട്ടാണ്. എന്നാൽ നമ്മൾ മലയോര മേഖലകളിലേക്ക് കയറിയാൽ പുഴ ഒഴുകുന്നത് അങ്ങനെ അങ്ങനെ ശാന്തമായിട്ടല്ല ഒഴുകുന്നത്. അത് ഒഴുക്കുള്ളവരുമുണ്ട്. ഒരിടത്ത് നിന്ന് ചാടി വേറൊരു കല്ല് തട്ടി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പുഴ ഈ പർവ്വത മേഖലകളിലൊക്കെ ഒഴുകുന്നത്. മുത്തപ്പൻ പുഴ, കക്കാടംപൊയിൽ പോലെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ പോയി പുഴയെ നോക്കിയാൽ അത് ശാന്തമായിട്ടല്ല ഒഴുകുന്നത്. അത് വളരെ സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് അത് ഒഴുകുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം ശാന്തമായി പോകുന്നൊരു ജീവിതമല്ല. ശാന്തമായിട്ടുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നതുമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യുദ്ധസമാനമായ, പോരാട്ട സമാനമായ, വളരെ ചട്ടപ്രകാരം മല്ല് കെട്ടിക്കൊണ്ട് പോരാടുന്നതായ അതിനോട് സമാനമായ ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. വില കൊടുക്കേണ്ടതായിട്ടൊരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിലെ ആലോചനകളും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരമായി തീരട്ടെ. നമ്മുടെ പഠനവും നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.